ഹലോ നമസ്കാരം. ഏറ്റവും പുതിയ സിനിമാ വിശേഷങ്ങളുമായി പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പൃഥ്വിരാജ് സുകുമാരൻ നായകനായി വൈശാഖ് സംവിധാനം ചെയ്ത് ഈ വരുന്ന വെള്ളിയാഴ്ച അതായത് ഓഗസ്റ്റ് 20 ഓണർ റിലീസായി തിരഞ്ഞെടുക്കുന്ന സിനിമയാണ് ഖലീഫ. ചിത്രത്തിന്റെ ട്രെയിലർ ഇന്നലെ പുറത്തു വന്നിരുന്നു. അതോടൊപ്പം തന്നെ അഡ്വാൻസ് ബുക്കിംഗും ആരംഭിച്ചിരുന്നു. മോഹൻലാൽ ക്യാമിയോ റോളിലും അഭിനയിച്ചിരിക്കുന്ന ഈ സിനിമയിൽ ഇന്ദ്രൻസ്, സഞ്ജു ശിവറാം, രജീഷ വിജയൻ, കൃതി ഷെട്ടി, മാളവിക ശർമ്മ എന്നിങ്ങനെയാണ് പ്രധാനപ്പെട്ട താരങ്ങൾ. ജിനു എബ്രഹാം തിരക്കഥ തയ്യാറാക്കിയ ഈ സിനിമയുടെ സംഗീത സംവിധാനം ചെയ്തിട്ടുള്ളത് ജേക്സ് ബിജോയിയാണ്. സിനിമാറ്റോഗ്രാഫി ജോമോൻ ടി ജോണും ചമൻ ചാക്കോ എഡിറ്റിംഗ് നിർവഹിക്കുന്നു. ചിത്രം അഡ്വാൻസ് ബുക്കിംഗ് ആരംഭിച്ച് ആദ്യ 7 മണിക്കൂർ പിന്നിട്ടുമ്പോൾ തന്നെ 1 കോടിക്ക് മുകളിൽ എത്തിച്ചേർന്നിരുന്നു. നിലവിൽ പുറത്തു വന്നിരിക്കുന്ന റിപ്പോർട്ട് അനുസരിച്ച് 1,30,00,000 മുകളിലാണ് ഈ സിനിമയുടെ കേരള പ്രീ സെയിൽ. അതേസമയം സിനിമയുടെ ട്രെയിലറും മികച്ച ട്രെൻഡിംഗാണ് നേടിയെടുത്തിരിക്കുന്നത്. 2 മിനിറ്റ് 38 സെക്കൻഡ് ദൈർഘ്യമുള്ള ട്രെയിലർ ആദ്യ 14 മണിക്കൂർ പിന്നിട്ടപ്പോൾ തന്നെ 20 ലക്ഷം പേരാണ് കണ്ടു കഴിഞ്ഞത്. അതേസമയം കേരളത്തിൽ ഓടിക്കൊണ്ടിരിക്കുന്ന വിവിധ സിനിമകളുടെ ഇന്നലെ ഞായറാഴ്ചയിലെ കളക്ഷനുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ പരിശോധിച്ചാൽ DC എന്ന തമിഴ് സിനിമയാണ് ഇന്നലെ കേരളത്തിൽ ഏറ്റവും മികച്ച കളക്ഷൻ നേടിയെടുത്തിട്ടുള്ളത്. ലോകേഷ് കനകരാജ് ആദ്യമായി നായകവേഷത്തിൽ അഭിനയിച്ച് അരുൺ മാതേശ്വരൻ തിരക്കഥ തയ്യാറാക്കി സംവിധാനം ചെയ്ത് ഓഗസ്റ്റ് 7 തിരഞ്ഞെടുത്ത ഈ സിനിമ ഇന്നലെ കേരളത്തിൽ 1,67,00,000 കളക്ട് ചെയ്തത്. അങ്ങനെ 10 ദിവസം കൊണ്ട് കേരളത്തിൽ 16,37,00,000 DC നേടിയെടുത്തിരിക്കുന്നത്. അതേസമയം തമിഴ്നാട്ടിൽ DC ഇന്നലെ കളക്ട് ചെയ്തത് 1,64,00,000. അങ്ങനെ 10 ദിവസം കൊണ്ട് തമിഴ്നാട്ടിൽ 18,40,00,000 സിനിമ നേടിയെടുത്തിരിക്കുന്നത്. സിനിമയുടെ 10 ദിവസത്തെ വേൾഡ് വൈഡ് ഗ്രോസ് 85 കോടിക്ക് മുകളിലും എത്തിച്ചേർന്നിരിക്കുകയാണ്. എന്തായാലും 100 കോടി ഉറപ്പിച്ച് തന്നെയാണ് സിനിമ മുന്നോട്ട് പോകുന്നത്. ഓഗസ്റ്റ് 7 വെള്ളിയാഴ്ച തിരഞ്ഞെടുത്ത മലയാള സിനിമയാണ് തുടക്കം. വിസ്മയ മോഹൻലാൽ നായികയായി ജൂഡ് ആന്റണി ജോസഫ് സംവിധാനം ചെയ്ത ഈ സിനിമ 10-ാം ദിവസം ഇന്നലെ ഞായറാഴ്ച കേരളത്തിൽ 1,65,00,000 കളക്ട് ചെയ്തത്. അങ്ങനെ 10 ദിവസം കൊണ്ട് സിനിമ കേരളത്തിൽ നേടിയെടുത്തിരിക്കുന്നത് 21,35,00,000. സിനിമയുടെ വേൾഡ് വൈഡ് ഗ്രോസ് 39 കോടി റേഞ്ചിലും എത്തിച്ചേർന്നിട്ടുണ്ട്. സൂര്യനായകനായി വെങ്കി അല്ലൂരി തിരക്കഥ തയ്യാറാക്കി സംവിധാനം ചെയ്ത് ഓഗസ്റ്റ് 14 വെള്ളിയാഴ്ച തിരളത്തി വമ്പൻ തരംഗമായി മുന്നേറിക്കൊണ്ടിരിക്കുന്ന തമിഴ് സിനിമയാണ് വിശ്വനാഥ് ആൻഡ് സൺസ്. ബ്ലോക്ക് ബസ്റ്റർ വിജയം സ്വന്തമാക്കിയ കറുപ്പ് എന്ന സിനിമയ്ക്ക് ശേഷം തുടർച്ചയായി 2ാമത്തെ വിജയമാണ് സൂര്യയുടെ വിശ്വനാഥ് ആൻഡ് സൺസ് എന്ന സിനിമ ഇപ്പോൾ നേടിയെടുത്തിരിക്കുന്നത്. സിനിമ 3-ാം ദിവസം ഇന്നലെ ഞായറാഴ്ച കേരളത്തിൽ 1,56,00,000 കളക്ട് ചെയ്തത്. അങ്ങനെ 3 ദിവസം കൊണ്ട് കേരളത്തിൽ 4,97,00,000 സിനിമ നേടിയെടുത്തിരിക്കുന്നത്. തമിഴ്നാട്ടിൽ സിനിമ ഇന്നലെ കളക്ട് ചെയ്തത് 9,26,00,000. അങ്ങനെ 3 ദിവസം കൊണ്ട് 29,20,00,000 റേഞ്ചിലാണ് തമിഴ്നാട്ടിൽ സിനിമ എത്തിച്ചേർന്നിരിക്കുന്നത്. ആന്ധ്ര തെലങ്കാനയിൽ ഇന്നലെ സിനിമ കളക്ട് ചെയ്തത് 9,98,00,000. അങ്ങനെ തെലുങ്ക് കളക്ഷനായി 3 ദിവസം കൊണ്ട് 29,03,00,000 സ്വന്തമാക്കിയിട്ടുണ്ട്. കർണാടകയിൽ ഇന്നലെ ഞായറാഴ്ച 2,96,00,000 കളക്ട് ചെയ്ത ഈ സിനിമ 3 ദിവസം കൊണ്ട് കർണാടകയിൽ 8,29,00,000 കളക്ട് ചെയ്തിരിക്കുന്നത്. ഇന്നലെ ഇന്ത്യൻ ഗ്രോസായി സിനിമ കളക്ട് ചെയ്തത് 24,14,00,000. അങ്ങനെ 3 ദിവസം കൊണ്ട് ഇന്ത്യൻ ഗ്രോസായി 72,50,00,000 റേഞ്ചിലാണ് സിനിമ എത്തിച്ചേർന്നിരിക്കുന്നത്. സിനിമയുടെ വേൾഡ് വൈഡ് ഗ്രോസ് 115 കോടി റേഞ്ചിലും പ്രതീക്ഷിക്കുന്നു. ആവാരപ്പൻ 2 എന്ന ബോളിവുഡ് സിനിമ ഇന്നലെ ഞായറാഴ്ച കേരളത്തിൽ 7,35,000 കളക്ട് ചെയ്തത്. അങ്ങനെ കേരളത്തിൽ 3 ദിവസം കൊണ്ട് 20,50,000 കളക്ട് ചെയ്തിരിക്കുന്നത്. 3 ദിവസം കൊണ്ട് ഇന്ത്യൻ ഗ്രോസായി സിനിമ നേടിയെടുത്തിരിക്കുന്നത് 98,10,00,000 ഓവർസീസ് ഗ്രോസായി നേടിയെടുത്തിരിക്കുന്നത് 12 കോടി രൂപയുമാണ്. ടോട്ടൽ വേൾഡ് വൈഡ് ഗ്രോസായി 110,10,00,000 സിനിമ നേടിയെടുത്തിട്ടുണ്ട്. ധ്യാൻ ശ്രീനിവാസൻ നായകനായി ബ്ലസ്സൻ എൽസ സംവിധാനം ചെയ്ത് ഓഗസ്റ്റ് 7 വെള്ളിയാഴ്ച തിരഞ്ഞെടുത്ത മലയാള സിനിമയാണ് വിവ. അഭിഷേക് ശ്രീകുമാർ തിരക്കഥ തയ്യാറാക്കിയ ഈ സിനിമയിൽ ധ്രുവൻ, അഭിഷേക് ശ്രീകുമാർ, അനീഷ് ഗോപാൽ, അർച്ചന വിവേക്, ശ്രുതി ജയൻ എന്നിങ്ങനെയായിരുന്നു പ്രധാന താരങ്ങൾ. ഈ സിനിമ 10-ാം ദിവസം ഇന്നലെ ഞായറാഴ്ച കേരളത്തിൽ 48,000 കളക്ട് ചെയ്തത്. അങ്ങനെ ഇന്നലെ ഞായറാഴ്ച വരെയുള്ള 10 ദിവസം കൊണ്ട് കേരളത്തിൽ 7,83,000 നേടിയെടുത്തിരിക്കുന്നത്. ദി ഒഡീസി എന്ന ഹോളിവുഡ് സിനിമ ഇന്നലെ കേരളത്തിൽ 9,35,000 നേടിയെടുത്തത്. അങ്ങനെ 31 ദിവസം കൊണ്ട് കേരളത്തിൽ 13,76,00,000 കളക്ട് ചെയ്തിട്ടുള്ളത്. ഇന്ത്യൻ ഗ്രോസായി സിനിമ നേടിയെടുത്തിരിക്കുന്നത് 238,95,00,000. സിനിമയ്ക്ക് ഇന്ത്യയിൽ നിന്ന് ഷെയറായി 99,08,00,000 കിട്ടിയിട്ടുണ്ട്. ഈ സിനിമകളെക്കുറിച്ച് വീഡിയോ സംബന്ധമായി നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായി പറയുക. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടി പരിഗണിക്കുക. വീഡിയോ നോട്ടിഫിക്കേഷന് വേണ്ടി ബെല്ലൈക്കൻ കൂടി എനേബിൾ ചെയ്യുക. പുതിയ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി, നമസ്കാരം.